നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ സംഘർഷം. തിങ്കളാഴ്ച രാത്രിയാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. SFI കേരളവർമ്മ യൂണിറ്റ് പ്രസിഡന്റ് ആഷിഖിന് ഗുരുതര പരിക്കേറ്റു. ആഷിഖിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSU SFI പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. കലോത്സവത്തിലെ മത്സരങ്ങൾ തുടങ്ങുന്നത് ഏറെ വൈകുന്നതും ഫലപ്രഖ്യാപനത്തിലെ അപാകതകളും സംബന്ധിച്ച് തുടക്കം മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു. മത്സരം നടത്താൻ സൗകര്യമില്ലാത്തതിനാൽ വേദികൾ കുറവായത് വിദ്യാർത്ഥികളെ വലച്ചിരുന്നു. സംഘർഷത്തെ തുടർന്ന് ഡിസോൺ മത്സരങ്ങൾ നിർത്തിവെച്ചു. ഇന്ന് നടത്തേണ്ട മത്സരങ്ങൾ ഇനി എന്ന് നടത്തുമെന്ന് നിശ്ചയമില്ല. എല്ലാ ദിവസവും രാത്രി 10-ന് നടക്കേണ്ട മത്സരങ്ങൾ വൈകി പിറ്റേന്ന് രാവിലെയാണ് നടത്തിയിരുന്നത്. മനോഹരമായിട്ട് ഡിസോൺ നടന്നു വരികയായിരുന്നു. എല്ലാ ജഡ്ജ്മെന്റിലും SFI എതിർപ്പുമായിട്ട് വരികയാണ്. സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു ഫേവർ ചെയ്തുകൊണ്ട കാര്യമില്ല. നമ്മൾ കറക്റ്റ് ജഡ്ജിമാർ എന്താണോ പറയുന്നത് അതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവർക്ക് അത് മാത്രം പോരാ, നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ പറയുന്ന ബൈലോ എങ്ങനെയാണോ അത് പ്രകാരമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അത് മാത്രം പോരാ, അവർക്ക് പ്രത്യേകമായിട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ട് സംഘർഷം സൃഷ്ടിക്കുകയാണ്. ദിവസങ്ങളായി ഇവർ തന്നെ വന്നിട്ട് ഇങ്ങനെ ഓരോ സ്റ്റേജിൽ വന്ന് അലമ്പുണ്ടാക്കുക. നമ്മളെല്ലാവരും ചെല്ലും. ഒരു മണിക്കൂർ ഒരു സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ലാഗ് ആവും. എന്നിട്ട് പോലീസുകാർ അവിടെ നോക്കൂത്തേക്ക് നിൽക്കും. പോലീസുകാർ ലോ ആൻഡ് ഓർഡർ നോക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ വെറുതെ ഈ SFI ചെയ്യണൊക്കെ നോക്കി ഒരു സ്റ്റേജിന്മേൽ കയറിയിരിക്കുക, മുദ്രാവാക്യം വിളിക്കുക, പരിപാടി തടസ്സപ്പെടുക.